ഗുഡ് ഈവനിംഗ്. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജൻ സി കണ്ടൻ. നോക്കാം ഈ മണിക്കൂറിലെ 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. 24 എക്സ്ക്ലൂസീവ്. TP വധക്കേസ് ഗൂഢാലോചന പുനരന്വേഷണം ആവശ്യപ്പെട്ടെന്ന വാർത്തകൾ നിഷേധിച്ച് കെ രമ MLA. താൻ ആഭ്യന്തരമന്ത്രിയെ സമീപിച്ചെന്നത് തെറ്റ്. വാസ്തവ വിരുദ്ധമായ വാർത്ത പുറത്തുവിട്ട മാധ്യമത്തോട് വിശദീകരണം ചോദിക്കുമെന്നും കെ രമ 24-നോട്. മലയിടം തുരുത്ത് ഭൂമി തർക്കത്തിൽ സമവായ ചർച്ച ഇന്ന് രാത്രി കൊച്ചിയിൽ. മന്ത്രി റോജി എം ജോണും VP സജീന്ദ്രൻ MLAയും പങ്കെടുക്കും. കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്നവരെയും പരാതിക്കാരെയും കേൾക്കും. ചർച്ച നടത്തി മന്ത്രി KA തുളസിയും. നിർണായക ചർച്ച ഭൂമി ഏറ്റെടുക്കാൻ പെരുമ്പാവൂർ മുൻസിഫ് കോടതി നൽകിയ സമയം നാളെ അവസാനിക്കാനിരിക്കെ കുടിയൊഴിപ്പിക്കലിനെതിരെ സമരം കടുപ്പിക്കാൻ CPIM. KPCC അധ്യക്ഷ കസേരയ്ക്കായി ചരടുവലി. മല്ലികാർജുൻ ഖർഗെയെ കണ്ട് അടൂർ പ്രകാശ്. ബെന്നി ബെഹനാനായി A ഗ്രൂപ്പും ജോസഫ് വാഴയ്ക്കന് വേണ്ടി രമേശ് ചെന്നിത്തലയും മാത്യു കുഴൽനാടനായി KC വേണുഗോപാൽ വിഭാഗവും രംഗത്ത്. അവകാശവാദവുമായി കൊടിക്കുന്നിൽ സുരേഷും. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 7 DCC അധ്യക്ഷന്മാരെ മാറ്റും. ചർച്ചകൾക്കായി മുഖ്യമന്ത്രി VD സതീശൻ വൈകിട്ട് ഡൽഹിക്ക്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭാ സ്പീക്കർ. ജയം 35-നെതിരെ 101 വോട്ടിന്. ചരിത്രത്തിലെ ആദ്യ ത്രികോണ മത്സരത്തിൽ BJPയുടെ BB ഗോപകുമാറിന് 3 വോട്ട്. പ്രോട്ടം സ്പീക്കറായതിനാൽ വോട്ട് ചെയ്യാതെ G സുധാകരൻ. പുതിയ സ്പീക്കർക്ക് ആശംസയുമായി ഭരണപ്രതിപക്ഷങ്ങൾ. വകുപ്പ് വിഭജനത്തിൽ ഇടഞ്ഞ ലത്തീൻ സഭയെ അണുനയിപ്പിക്കാൻ നേരിട്ടിറങ്ങി ഫിഷറീസ് മന്ത്രി VE അബ്ദുൾ ഗഫൂർ. തിരുവനന്തപുരം അതിരൂപത ആസ്ഥാനത്തെത്തി ബിഷപ്പ് തോമസ് ചിനറ്റോയുമായി കൂടിക്കാഴ്ച നടത്തി. മന്ത്രിയില്ലെങ്കിൽ വിവിധ ബോർഡുകളിൽ പ്രാതിനിധ്യം വേണമെന്ന് ലത്തീൻ സഭ. മുഖ്യമന്ത്രിയെയും KPCC അധ്യക്ഷനെയും ആവശ്യം അറിയിച്ചു. CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടണമെന്ന് തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി യോഗത്തിൽ ആവശ്യം. ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. നേതാക്കളുടെ പെട്ടി താങ്ങി വന്ന അമൂൽ ബേബി എന്ന വിമർശനം. P ജയരാജനും KK ശൈലജയും നേതൃനിരയിലേക്ക് വരണമെന്നും ആവശ്യം. CPIM തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റിയിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. തോൽവി മുൻകൂട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടും സ്ഥാനാർത്ഥിയെ മാറ്റിയില്ലെന്ന് വിമർശനം. MV ഗോവിന്ദന്റെയും PK ശ്യാമളയുടെയും ശരീരഭാഷയും ശൈലിയും ഒന്നാണെന്നും കുറ്റപ്പെടുത്തൽ. CPIM ജില്ലാ സെക്രട്ടറി KK രാഗേഷിനെതിരെയും വിമർശനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ കോഴിക്കോട് ജില്ലയിലെ ഏരിയ കമ്മിറ്റികളിൽ അതിരൂക്ഷ വിമർശനം. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കെതിരായ പിണറായി വിജയന്റെ പരാമർശം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവി അവലോകനം ചെയ്യുന്ന CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഡൽഹിയിൽ. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ കടുത്ത വിമർശനം തുടരുന്നതിനിടെ യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന് പിണറായി വിജയൻ. ആരോഗ്യ കാരണങ്ങൾ കൊണ്ടാണ് പങ്കെടുക്കാത്തത് എന്ന് വിശദീകരണം. തെരഞ്ഞെടുപ്പ് തോൽവി വിശകലനം ചെയ്യാനാണ് യോഗം ചേരുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധാർഷ്ട്യം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് CPI പത്തനംതിട്ട ജില്ലാ കൌൺസിൽ യോഗത്തിൽ വിമർശനം. പിണറായി വിജയന്റെ വീട്ടിൽ പോയി ചോദിക്ക് പരാമർശം തിരിച്ചടിയായി. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ സമീപനം പാർട്ടിക്ക് ഗുണം ചെയ്യില്ലെന്നും വിമർശനമുയർന്നു. യുവാക്കൾക്കിടയിൽ തരംഗമായ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് അക്കൗണ്ട് പൂട്ടിച്ചത് രാജ്യസുരക്ഷാ ആശങ്കകളെ തുടർന്ന് റിപ്പോർട്ട്. CJP രാജ്യത്തിന്റെ പരമാധികാരത്തിന് ഭീഷണിയെന്നും IB റിപ്പോർട്ട്. കൂടുതൽ നടപടിക്ക് കേന്ദ്ര സർക്കാർ. വിമർശിച്ച് കോൺഗ്രസും CPIM-ഉം. മകൻ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കുമെന്ന ആശങ്കയിൽ CJP സ്ഥാപകൻ അഭിജിത് ദീപ്കയുടെ മാതാപിതാക്കൾ. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചാൽ KSRTCക്ക് വൻ നഷ്ടമുണ്ടാകുമെന്ന് ഗതാഗത സെക്രട്ടറിയുടെ റിപ്പോർട്ട്. 3 മാസം മാത്രം 112 കോടിയുടെ നഷ്ടം വരുമെന്ന് വിലയിരുത്തൽ. ഓർഡിനറി ബസ്സിൽ മാത്രമാണ് പദ്ധതിയെങ്കിൽ നഷ്ടം 57 കോടി രൂപ. സൗജന്യ യാത്ര അടുത്ത മാസം 15 മുതൽ. KSRTC ബസ്സിലെ സൗജന്യ യാത്രയ്ക്കായി സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ. കൂടുതൽ ചർച്ചകൾക്കായാണ് 15-ാം തീയതി വരെ സമയം നൽകിയത്. പദ്ധതി നടപ്പിലാക്കാൻ പുതിയ സ്കീമും റോഡ് മാപ്പും ഉണ്ടാക്കും. സ്വകാര്യ ബസ് ഉടമകളുടെ പ്രശ്നങ്ങളും പരിഗണിക്കുമെന്നും മന്ത്രി CP ജോൺ 24-നോട്. മോഡലിംഗിന്റെ മറവിലെ സെക്സ് റാക്കറ്റ് കേസിൽ മുഖ്യപ്രതി ബിലാൽ റിമാൻഡിൽ. ജൂൺ 5 വരെയാണ് ബിലാൽ എന്ന ശ്രീകുമാറിനെ റിമാൻഡ് ചെയ്തത്. മോഡലിംഗിന്റെ മറവിലെ സെക്സ് റാക്കറ്റ് കേസിൽ 2ാം പ്രതി അലീനയുടെ പങ്ക് വ്യക്തമാകുന്ന തെളിവുകൾ പുറത്ത്. ഇടനിലക്കാരനുമായി തുക പറഞ്ഞ് ഉറപ്പിക്കുന്ന ശബ്ദരേഖ 24 ലഭിച്ചു.
24 ബ്രേക്കിംഗ്. ബംഗളൂരുവിൽ മലയാളി വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ പ്രതി കുറ്റം സമ്മതിച്ച് മാപ്പ് പറയുന്ന ദൃശ്യങ്ങൾ 24-ന്. അന്വേഷണത്തിനായി കർണാടക പോലീസ് കേരളത്തിലെത്തും. കേസെടുക്കാൻ വൈകിയതിൽ വിശദീകരണം തേടി കമ്മീഷണർ. 24 വാർത്തയ്ക്ക് പിന്നാലെ ഇടപെടൽ. വിഷു ബമ്പർ ഭാഗ്യക്കുറി വിൽപ്പനയിൽ റെക്കോർഡ്. ഇതുവരെ വിറ്റഴിച്ചത് 44 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ. വിൽപ്പന ഏറ്റവും കൂടുതൽ പാലക്കാട് ജില്ലയിൽ. നറുക്കെടുപ്പ് നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക്. ഒന്നാം സമ്മാനം 12 കോടി രൂപ. തമിഴ്നാട്ടിൽ വീണ്ടും ദുരഭിമാന കൊല. യുവാവിനെ പെൺസുഹൃത്തിന്റെ വീട്ടുകാർ നടുറോഡിൽ വെട്ടിക്കൊന്നു. കൊല്ലപ്പെട്ടത് തൂത്തുക്കുടി സ്വദേശി സഞ്ജയ്. പെൺകുട്ടിയുടെ പിതാവ് ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. എബോള വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട് കൊച്ചി വിമാനത്താവളത്തിൽ മുൻകരുതൽ നടപടികൾ ഊർജിതമാക്കി. വിദേശത്തു നിന്നും എത്തുന്ന രോഗലക്ഷണമുള്ളവർക്കായി ഐസൊലേഷനായി 3 ആശുപത്രികൾ സജ്ജീകരിച്ചു. അന്താരാഷ്ട്ര യാത്രക്കാർ എമിഗ്രേഷൻ വിഭാഗത്തിന് സാക്ഷ്യപത്രം സമർപ്പിക്കണമെന്നും സിയാൽ അധികൃതർ. നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ നടപടി വരും. സാക്ഷികളുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ SIT. പരാതിക്കാരനായ AD തോമസ് MLA, അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തുക നാളെ. ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം വേഗത്തിലാക്കാനും നടപടി. തമിഴ്നാട്ടിൽ മുസ്ലിം ലീഗ് VCK മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ പൂർത്തിയായി. ഇതോടെ മന്ത്രിസഭയിൽ 35 അംഗങ്ങളായി. മുസ്ലിം ലീഗിൽ മന്ത്രി AM ഷാജഹാന് ന്യൂനപക്ഷക്ഷേമ വകുപ്പും VCK മന്ത്രി വണ്ണി അരസിന് സാമൂഹ്യനീതി വകുപ്പുമാണ് ലഭിച്ചിരിക്കുന്നത്. മന്ത്രിസഭയിൽ അംഗമായതിന് VCKയെയും മുസ്ലിം ലീഗിനെയും വിമർശിച്ച് DMK. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ അറസ്റ്റിലായ ഉമർ ഖാലിദിന് ഇടക്കാല ജാമ്യം. 3 ദിവസത്തെ ഇടക്കാല ജാമ്യമാണ് ഡൽഹി ഹൈക്കോടതി അനുവദിച്ചത്. ജൂൺ 1 മുതൽ 3 വരെ കർശന ഉപാധികളോടെയാണ് ജാമ്യം നൽകിയത്. 12 സംസ്ഥാനങ്ങളിലേക്കുള്ള രാജ്യസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ജൂൺ 18-ന് തെരഞ്ഞെടുപ്പ് നടക്കും. 26 സീറ്റുകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. സംസ്ഥാനത്ത് ശക്തമായ വേനൽ മഴ തുടരാൻ സാധ്യത. 8 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. ആലപ്പുഴയിൽ ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചു. പത്തനംതിട്ട കോഴഞ്ചേരി ജില്ലാ ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് ആരോപണവുമായി ആറന്മുള സ്വദേശി. കുത്തിവെപ്പ് എടുത്ത ശേഷം ശരീരത്തിനുള്ളിൽ സൂചിയുടെ ഭാഗം കുടുങ്ങിയെന്ന് 68-കാരിയായ വത്സലയുടെ ആരോപണം. കഴിഞ്ഞ ദിവസം ശസ്ത്രക്രിയ ചെയ്തെങ്കിലും മുഴുവൻ സൂചിയും പുറത്തെടുക്കാനായില്ലെന്നും വത്സല. നീറ്റ് UG പരീക്ഷയ്ക്ക് പ്രായപരിധി ഏർപ്പെടുത്തിയേക്കും. പരീക്ഷ എഴുതാൻ പരിധി നിശ്ചയിക്കാനും നീക്കം. അന്തിമ തീരുമാനമെടുക്കുക. മുൻ ISRO ചെയർമാൻ K രാധാകൃഷ്ണൻ അധ്യക്ഷനായ സമിതിയുടെ ശുപാർശകൾ കൂടി പരിഗണിച്ചു. നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. 10 വർഷം പൊതുവിദ്യാഭ്യാസ രംഗം ലോകത്തിന് മാതൃകയായി. ഡിജിറ്റൽ സാക്ഷരത, ഹൈടെക് വിപ്ലവം തുടങ്ങിയവ നേട്ടങ്ങളായെന്നും V ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീന് ആശംസ അറിയിച്ചുകൊണ്ടായിരുന്നു പ്രതികരണം. CPIM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ SDPI നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചാരണം അപലപനീയമെന്ന് മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ്. CPIM ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ സഹോദരന്റെ ഗൃഹപ്രവേശനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചടങ്ങിലാണ് A വിജയരാഘവൻ പങ്കെടുത്തത്. ചടങ്ങിന്റെ ഭാഗമായുള്ള ഗാനമേളയിൽ SDPI പ്രാദേശിക നേതാവ് പാടുന്ന സമയത്ത് വിജയരാഘവൻ സമീപത്തെ ഹാളിൽ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതെന്നും CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ അറിയിച്ചു. അടൂരിൽ വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് KPMS നേതാക്കൾ LDF-ൽ നിന്ന് പണം വാങ്ങിയെന്ന് CPIM ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഗുരുതര ആരോപണം. എല്ലാ വോട്ടും LDF-നെന്ന് പറഞ്ഞാണ് പണം വാങ്ങിയതെന്ന് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ വിമർശനമുന്നയിച്ചു. ബിനീഷ് കോടിയേരിയുടെ അംഗത്വം പുനഃസ്ഥാപിക്കാത്തതിൽ സംസ്ഥാന നേതൃത്വം ഇടപെടുമോ എന്ന ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കഴിഞ്ഞ ദിവസം CPIM ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അംഗത്വം നൽകുന്നത് ആലോചിച്ചു മതിയെന്നായിരുന്നു MV ഗോവിന്ദന്റെ നിലപാട്. പശ്ചിമേഷ്യൻ സംഘർഷമായാലും യുക്രൈൻ സംഘർഷമായാലും സമാധാനമാണ് പ്രധാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംഘർഷങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളെ തുടർന്നും പിന്തുണയ്ക്കുമെന്നും പ്രധാനമന്ത്രി. UAPA പ്രകാരമുള്ള ജാമ്യം
നിയമപരമായ മാനദണ്ഡം പുനഃപരിശോധിക്കണമെന്ന് സുപ്രീം കോടതി. ഉമർ ഖാലിദിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെയാണ് സുപ്രീം കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. വിഷയം സുപ്രീം കോടതി വിശാല ബെഞ്ചിലേക്ക് വിട്ടു. ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന്റെ ഹർജിയിൽ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയ്ക്ക് ഡൽഹി ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് അയോഗ്യയാക്കപ്പെട്ടതോടെ ഫോഗട്ട് രാജ്യത്തിന് നാണക്കേടുണ്ടാക്കിയെന്ന കാരണം കാണിക്കൽ നോട്ടീസിലെ പരാമർശത്തിലാണ് കടുത്ത വിമർശനം ഉന്നയിച്ചത്. രാജ്യം ലജ്ജിച്ചുവെന്ന് നിങ്ങൾ പറയുന്നു. ആ സമയത്ത് രാജ്യത്തിന്റെ മാനസികാവസ്ഥ ഇതായിരുന്നോ എന്ന് കോടതിയുടെ ചോദ്യം. ബക്രീദിന് പ്രത്യേക കിറ്റുമായി സപ്ലൈകോ 1101 രൂപയുടെ ഭക്ഷ്യസാധനങ്ങൾ 850 രൂപയ്ക്ക് പ്രത്യേക കിറ്റായി നൽകും. 1980 കാലഘട്ടം മുതൽ മലയാള സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊപ്പം മോഹൻലാലിന്റെ പിറന്നാൾ ആഘോഷം. AT മദ്രാസ് മെയിൽ എന്ന പേരിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മോഹൻലാലിനെ സംവിധായകൻ ഹരിഹരൻ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ആശുപത്രികളിലെ ഒഴിവുകൾ നികത്താൻ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ധനകാര്യ വകുപ്പിനോട് ഇക്കാര്യം അറിയിക്കും. ഉദ്ഘാടനത്തിന് ശേഷം അടഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങൾ തുറക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഇനി ജില്ലാ വാർത്തകൾ. തൃശൂരിൽ വൻ മയക്കുമരുന്ന് വേട്ട. 250 ഗ്രാം MDMA-യും 4 LSD സ്റ്റാമ്പും പിടികൂടി. ചന്ദ്രാപ്പണി സ്വദേശി മുഹമ്മദ് ഫാസിൽ അറസ്റ്റിലായി. കോഴിക്കോട് കൊടിയത്തൂരിൽ കുറുക്കന്റെ ആക്രമണം. വിദ്യാർത്ഥിയുടെ കാലിൽ കടിയേറ്റു. നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് വിദ്യാർത്ഥിക്ക് കുറുക്കന്റെ കടിയേറ്റത്. പത്തനംതിട്ട മൂഴിയാറിൽ KSEB ഉദ്യോഗസ്ഥന് നേരെ കാട്ടാനയുടെ ആക്രമണം. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിബു തങ്കപ്പന് പരിക്കേറ്റു. കോഴിക്കോട് രാമനാട്ടുകരയിൽ +2 വിദ്യാർത്ഥിയെ കാണാനില്ലെന്ന് പരാതി. ചേലേമ്പ്ര സ്വദേശി മുഹമ്മദ് സിനാനെയാണ് ഇന്നലെ രാവിലെ മുതൽ കാണാതായത്. ഇടുക്കി മറയൂരിൽ ട്രാവലർ വാൻ മറിഞ്ഞ് 5 പേർക്ക് പരിക്ക്. ആനക്കോട്ടപ്പാറ വളവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട വാൻ തലകീഴായി മറിയുകയായിരുന്നു. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക്. 24 ബിഗ് ബ്രേക്കിംഗ്. NCP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തോമസ് കെ തോമസിനെ മാറ്റാൻ പ്രമേയം പാസാക്കി. PC ചാക്കോ വിഭാഗം നേതാക്കളുടെ യോഗത്തിലാണ് നടപടി. പ്രമേയത്തെ 42 പേർ പിന്തുണച്ചു. PC ചാക്കോ മറ്റന്നാൾ ശരത് പവാറിനെ കാണും. ശ്രീത്ത് തിരുവനന്തപുരത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീത്ത്, NCP കേരള ഘടകത്തിലെ ഇത്തരത്തിൽ നേതൃനിരയിലെ തർക്കം അത് നേരത്തെ വലിയ വാർത്തയായതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ PC ചാക്കോ വിഭാഗത്തിന്റെ ഒരു നീക്കം നടക്കുന്നു എന്നുള്ളതാണ്. തോമസ് കെ തോമസിനെതിരെ ഒരു പ്രമേയം കൂടി പാസ്സാക്കിയിട്ടുണ്ടെന്ന് അറിയുന്നു. എന്താണ് ആ നീക്കത്തിന് പിന്നിൽ? ഒപ്പം തുടർ നീക്കങ്ങൾ എന്താണ്? പ്രജിൻ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മുഴുവൻ സീറ്റുകളിലും പരാജയപ്പെട്ടതോടെയാണ് നേരത്തെ ഉണ്ടായിരുന്ന NCPയിലെ നേതൃതർക്കം രൂക്ഷമായിരിക്കുന്നത്. ഇന്ന് കലൂരിലെ റിന്യൂവൽ സെന്ററിൽ PC ചാക്കോ തന്നെ അനുകൂലിക്കുന്ന നേതാക്കളുടെ യോഗം വിളിച്ചു. ഈ യോഗത്തിൽ 42 നേതാക്കളാണ് പങ്കെടുത്തത്. ഈ യോഗത്തിൽ വെച്ചാണ് PC ചാക്കോയെ അനുകൂലിക്കുന്ന നേതാക്കൾ തോമസ് കെ തോമസിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് ആവശ്യപ്പെടുന്ന പ്രമേയം പാസ്സാക്കിയിരിക്കുന്നത്. ഈ പ്രമേയത്തിൽ 42 പേർ ഒപ്പുവെച്ചിട്ടുണ്ട്. പ്രമേയവും യോഗത്തിലെ ചർച്ചകളുടെ മിനിറ്റ്സും അടങ്ങുന്ന കാര്യങ്ങളുമായി മറ്റന്നാൾ PC ചാക്കോ മുംബൈയിലെത്തി ശരത് പവാറിനെ കാണും. ഇപ്പോൾ മുംബൈക്ക് പുറത്തുള്ള ശരത് പവാർ നാളെയോടെ മുംബൈയിലെത്തും. മറ്റന്നാൾ ശരത് പവാറിനെ കണ്ട് തോമസ് കെ തോമസിനെ മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമാക്കുമെന്ന ഉറപ്പ് നൽകിയാണ് ചാക്കോ അനുകൂലിയുടെ യോഗം അവസാനിച്ചിരിക്കുന്നത്. എന്തായാലും NCPയിൽ ഒരു പിളർപ്പുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. നാളെ ശശീന്ദ്രൻ പക്ഷം മുൻ മന്ത്രി AK ശശീന്ദ്രൻ്റെ പക്ഷം കോഴിക്കോട് ഗ്രൂപ്പ് യോഗം വിളിച്ചിട്ടുണ്ട്. അവർ മറ്റ് LDFിലെ കോൺഗ്രസ് അടക്കമുള്ള ചെറിയ പാർട്ടികളുമായി ചേർന്ന് പുതിയൊരു പാർട്ടി ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ്. എന്നാൽ മുന്നണി മാറ്റമടക്കമുള്ള കാര്യങ്ങൾ PC ചാക്കോ വിളിച്ച ഗ്രൂപ്പ് യോഗത്തിൽ ചർച്ചയായില്ല. മറ്റ് നടപടി ഇപ്പോൾ ഈ ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ് NCP. അതുകൊണ്ട് തന്നെ UDF പ്രവേശനം അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യം വരുന്ന ഘട്ടത്തിൽ ആലോചിച്ച് തീരുമാനിക്കാമെന്ന ഉറപ്പാണ് ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി ചാക്കോ ഈ ഗ്രൂപ്പ് യോഗത്തിൽ നൽകിയത്. ശരി, ശ്രീത്താണ് തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ നൽകിയത്. തിരികെ 100 ന്യൂസിലേക്ക്. തൃശൂർ ജില്ലയിൽ 17-കാരനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ബൈക്ക് കവർന്നുവെന്ന് പരാതി. പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് പിടികൂടി. പാലക്കാട് കണ്ണമ്പ്ര സ്വദേശി ദിലീപാണ് പിടിയിലായത്. ആരോഗ്യവകുപ്പിന്റെ സർവേയുടെ ഭാഗമായുള്ള വിവരശേഖരണത്തിനായി എത്തിയ ഹെൽത്ത് സെന്ററിലെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരെ ഭീഷണിപ്പെടുത്തിയയാൾ പിടിയിൽ. പന്തളം ചേരിക്കൽ പുതുപ്പറമ്പിൽ വീട്ടിൽ ധനേഷാണ് അറസ്റ്റിലായത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം കാട്ടിയ പ്രതി അറസ്റ്റിൽ. പന്തളം തെക്കേക്കര മന്നം നഗർ ശ്രുതിനിലയം വീട്ടിൽ അനുകൃഷ്ണനാണ് പിടിയിലായത്.
കുടുംബ വഴക്കിനെ തുടർന്ന് വഴിയിൽ തടഞ്ഞു നിർത്തി ഭാര്യയെ ആക്രമിച്ചയാൾ പിടിയിൽ. ചിറ്റാർ സ്വദേശി പാറക്കടവിൽ വീട്ടിൽ ടോണി മാത്യുവാണ് പിടിയിലായത്. എറണാകുളം പ്രസ് ക്ലബ്ബ് ഒരുക്കുന്ന മീഡിയ കലോത്സവം നാളെ. ചവറ കൾച്ചർ സെന്ററിൽ രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്ന മത്സരത്തിൽ സിനിമാ താരം വിജയ് ബാബു മുഖ്യ അതിഥിയാകും. ഈ വർഷത്തെ എയ്മ അക്ഷരമുദ്ര പുരസ്കാരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക്. മലയാള ചലച്ചിത്രഗാനം ശാഖയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. 50,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. നോക്കാം പ്രധാന അറിയിപ്പുകൾ. കോഴിക്കോട് ബാലുശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ABC സെന്ററിൽ വെറ്ററിനറി സർജൻ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നു. വെറ്ററിനറി സയൻസിൽ ബിരുദവും വെറ്ററിനറി കൗൺസിൽ രജിസ്ട്രേഷനും ABC സർജറിയിൽ പരിചയസമ്പന്നരുമായ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. വടകര താലൂക്കിലെ 2 പഞ്ചായത്തുകളിലെ റേഷൻ കടയിൽ സ്ഥിരം ലൈസൻസി നിയമനത്തിനായി പട്ടികജാതി സംവരണ വിഭാഗത്തിൽ നിന്നും ഭിന്നശേഷി വിഭാഗത്തിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. ജൂൺ 18 വരെ അപേക്ഷിക്കാം. കോഴിക്കോട് മുട്ടോളി കരിവട്ടൂർ റോഡിൽ പ്രവൃത്തി തുടങ്ങുന്നതിനാൽ ഗതാഗതം നിരോധിച്ചു. നാളെ മുതൽ പണി തീരുന്നതുവരെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചതായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. പത്തനംതിട്ട SVGV ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപക ഒഴിവ്. സോഷ്യോളജി, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി വിഷയങ്ങളിൽ യോഗ്യതയുള്ളവർ സർട്ടിഫിക്കറ്റുമായി 29-ാം തീയതി സ്കൂളിലെത്തണം. പത്തനംതിട്ട വലിയേന്തി MDLP സ്കൂളിൽ സൗജന്യ രോഗനിർണയ ക്യാമ്പും ബോധവൽക്കരണ സെമിനാറും നാളെ സംഘടിപ്പിക്കുന്നു. വലിയേന്തി സെന്റ് തോമസ് മലങ്കര കത്തോലിക്ക പള്ളിയുടെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചേർത്തലയിൽ NRI സീറ്റുകളിലേക്കുള്ള പ്രവേശനം തുടങ്ങുന്നു. വിവിധ സ്ട്രീമുകളിലേക്കാണ് പ്രവേശനം. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാം. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചേർത്തലയിൽ അസിസ്റ്റന്റ് പ്രൊഫസറുടെ താൽക്കാലിക ഒഴിവുണ്ട്. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് പ്രൊഫസറായി അപേക്ഷിക്കാം. ഫസ്റ്റ് ക്ലാസ്സോടെ BTechോ MTechോ പാസ്സായവർക്ക് ഈ മാസം 25 വരെ അപേക്ഷിക്കാം. പശ്ചിമബംഗാളിൽ സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് ജൂൺ 1 മുതൽ സൗജന്യ യാത്ര. ഹ്രസ്വദൂര ദീർഘദൂര ബസ്സുകൾ ഉൾപ്പെടെ എല്ലാ റൂട്ടുകളിലും സൗജന്യ യാത്ര അനുവദിക്കും. മുൻ മോഡലും നടിയുമായ ടുഷ ശർമ്മയുടെ ദുരൂഹ മരണത്തിൽ മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യും. ഇതിനായി മധ്യപ്രദേശ് ഹൈക്കോടതി അനുമതി നൽകി. മുംബൈ ബാന്ദ്രയിലെ ചേരി ഒഴിപ്പിക്കലിൽ ഇടച്ചുനിരത്തിൽ ഇന്ന് പൂർത്തിയാകും. ഒഴിപ്പിക്കലിനിടെ അക്രമ സംഭവങ്ങളിൽ 100-ലേറെ പേർക്കെതിരെ കേസെടുത്തു. ഇതുവരെ രേഖപ്പെടുത്തിയത് 16 പേരുടെ അറസ്റ്റ്. ബക്രീദിന് മുന്നോടിയായി ഡൽഹിയിൽ നിരോധിത മൃഗങ്ങളുടെ ബലി വിലക്കി ഉത്തരവിറക്കി ഡൽഹി സർക്കാർ. പശുക്കൾ, കിടാങ്ങൾ, ഒട്ടകങ്ങൾ എന്നിവയെ ബലിയർപ്പിക്കുന്നതിനാണ് നിരോധനം. കുടക് ജില്ലയിലെ ആനക്യാമ്പിൽ വിനോദസഞ്ചാരിയുടെ മരണത്തെ തുടർന്ന് കൂടുതൽ നടപടികളുമായി കർണാടക. ഓപ്പൺ സഫാരിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. ക്യാമ്പർ വാഹനങ്ങൾക്ക് പകരം സുരക്ഷിതമായ ബസ്സുകൾ സ്ഥാപിക്കും. എവറസ്റ്റ് പർവ്വതാരോഹണം കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്നതിനിടെ 2 ഇന്ത്യക്കാർ മരിച്ചു. അരുൺകുമാർ തിവാരി, സന്ദീപ് ആരെ എന്നിവരാണ് മരിച്ചത്. ഇനിയ പൊൻനിലാവേ ഗാനത്തിന്റെ പകർപ്പവകാശം ഇളയരാജയ്ക്കല്ലെന്ന് ഡൽഹി ഹൈക്കോടതി. ഗാനത്തിന്റെ പകർപ്പവകാശം 1980-ൽ ഇറങ്ങിയ ചിത്രത്തിന്റെ നിർമ്മാതാവിന്. രാജ്യാന്തര വാർത്തകൾ. ഹോർമുസിൽ ഇളവുകളുമായി ഇറാൻ. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 35 കപ്പലുകൾ ഹോർമുസ് കടന്നതായി IRGC. എണ്ണ ടാങ്കറുകളും കണ്ടെയ്നർ കപ്പലുകളും അടക്കമുള്ള കപ്പലുകളാണ് ഹോർമുസ് കടന്നത്. ഇറാൻ ചർച്ചകളിൽ ചെറിയ പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ. ഇറാന് ഒരിക്കലും ആണവായുധം കൈവശം വയ്ക്കാൻ കഴിയില്ലെന്നും റുബിയോ. റഷ്യൻ നിയന്ത്രണത്തിലുള്ള യുക്രൈനിലെ ലുഹാൻസ്ക് മേഖലയിൽ യുക്രൈനിയൻ ഡ്രോൺ ആക്രമണം. 4 പേർ കൊല്ലപ്പെട്ടു, 35 കുട്ടികൾക്ക് പരിക്കേറ്റു. അതിർത്തി കടന്നുള്ള നിയമവിരുദ്ധ ബിസിനസ് പ്രവർത്തനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിച്ച് ചൈനയിൽ അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്ന വിദേശ സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചാണ് പദ്ധതി. മൗണ്ട് എവറസ്റ്റിൽ റെക്കോർഡ് തിരക്ക്. ഒരു ദിവസത്തിനിടെ 274 പർവ്വതാരോഹകർ എത്തിയതായി നേപ്പാൾ ടൂറിസം വകുപ്പ്. പോളണ്ടിലേക്ക് കൂടുതൽ US സൈന്യത്തെ അയക്കാനുള്ള തീരുമാനത്തിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി പറഞ്ഞ് പോളിഷ് പ്രസിഡന്റ് കരോൾ നവ്റോക്കി. പോളണ്ടിലേക്ക് US അയക്കുക 5000 സൈനികരെ. ബിസിനസ് ന്യൂസ്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 320 രൂപ കുറഞ്ഞ് 1,16,960 രൂപയായി. ഗ്രാമിന് 40 രൂപയാണ് കുറഞ്ഞത്.
അടുത്ത മാസം മുതൽ വാഹനങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ മാരുതി സുസുക്കി ജൂൺ മുതൽ 30,000 വരെ വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപനം. പശ്ചിമേഷ്യൻ സംഘർഷം ഇന്ത്യയിലെ ഓട്ടോമൊബൈൽ വിതരണ ശൃംഖലയെ ബാധിച്ചതുകൊണ്ടാണ് നടപടി. മാക്സ് ഹെൽത്ത് കെയർ ഓഹരികളിൽ 6% ഇടിവ്. സ്ഥിരമായ പ്രവർത്തന വളർച്ചയും വിപുലീകരണ പദ്ധതികളും ഉണ്ടായിരുന്നിട്ടും നിക്ഷേപകർ മാർജിൻ സമ്മർദ്ദങ്ങളോട് പ്രതികരിച്ചതാണ് ഇടിവിന് കാരണം. ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി ഇന്ത്യയെ പ്രധാന പങ്കാളിയായെന്ന് വിശേഷിപ്പിച്ച് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇന്ത്യയുമായി ശക്തമായ ഊർജ്ജ പങ്കാളിത്തം ആഗ്രഹിക്കുന്നുവെന്ന് മാർക്കോ റൂബിയോ. ഇന്ത്യയുടെ റൂഫ് ടോപ്പ് സോളാർ വിപണിയിൽ വൻ കുതിപ്പ്. PM സൂര്യഘർ ഇൻസ്റ്റലേഷനുകൾ 2026 സാമ്പത്തിക വർഷത്തിൽ 31 ലക്ഷം വീടുകൾ കടന്നു. രൂപയുടെ മൂല്യത്തകർച്ച ഇന്ത്യയെ മന്ദഗതിയിലാക്കിയേക്കാം എന്ന് ആഗോള കൺസൾട്ടിംഗ് സ്ഥാപനമായ കിയർണി. GDP-യിൽ 1 മുതൽ 1.5% പോയിന്റ് ആഘാതം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷ. IBCക്ക് കീഴിലുള്ള ജയപ്രകാശ് അസോസിയേറ്റ്സിന്റെ ആസ്തികൾ ഏറ്റെടുക്കുന്നതിനായി 5,694 കോടി നിക്ഷേപിക്കാൻ അദാനി ഗ്രൂപ്പ്. NCLT അംഗീകരിച്ച പരിഹാര പദ്ധതിയുടെ ഭാഗമായാണ് ഇടപാടുകൾ. ലോകത്ത് കിറ്റ്കാറ്റ് വിൽപ്പനയിൽ 1-ാം സ്ഥാനം ഇന്ത്യക്ക്. 85 രാജ്യങ്ങളെ പിന്നിലാക്കിയാണ് ഇന്ത്യ 1-ാം സ്ഥാനത്തെത്തിയത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ വിറ്റത് 395 കോടിയുടെ കിറ്റ്കാറ്റ്. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് വരിക്കാർക്ക് PF തുക UPI പേയ്മെന്റ് വഴി നേരിട്ട് നടത്താം. ഇതിനുള്ള നടപടികൾ പൂർത്തിയായതായി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം. സ്പോർട്സ് ന്യൂസ്. IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സ് പ്ലേ ഓഫ് കാണാതെ പുറത്ത്. നിർണായക മത്സരത്തിൽ ചെന്നൈ ഗുജറാത്ത് ടൈറ്റൻസിനോട് 89 റൺസിന് തോറ്റു. സൗദി പ്രോ ലീഗ് കിരീടം അൽ നസറിന്. അവസാന ലീഗ് മത്സരത്തിൽ ദമാക് FC-യാണ് തോൽപ്പിച്ചത്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആദ്യ സൗദി പ്രോ ലീഗ് കിരീടമാണ് ഇത്. ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയുള്ള തകർപ്പൻ വിജയത്തിന് പിന്നാലെ CSK ആരാധകരെ ട്രോളി ഗുജറാത്ത് ടൈറ്റൻസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ. 2-ാം തവണയും നന്ദി, മഞ്ഞ വെളിച്ചത്തിനൊടുവിൽ നീല വെളിച്ചം എന്ന് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റിൽ ഗിൽ. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കന്നി കിരീടം ചൂടി ഈസ്റ്റ് ബംഗാൾ. നിർണായകമായ അവസാന മത്സരത്തിൽ ഇന്റർ കാശിയെ തോൽപ്പിച്ചു. ധോണിയുടെ അസാന്നിധ്യം ചെന്നൈ നിരയെ കാര്യമായി ബാധിച്ചുവെന്ന് സമ്മതിച്ച ഋതുരാജ് ഗേക്വാദ്. അടുത്ത സീസണിൽ ധോണി കളിക്കുമോ എന്നത് അടുത്ത വർഷം മാത്രമേ അറിയാൻ സാധിക്കൂ എന്നും ഋതുരാജ്. ഫിഫ ലോകകപ്പ് ഇന്ത്യയിൽ സംപ്രേഷണം ചെയ്തതിൽ അനിശ്ചിതത്വം തുടരുന്നു. ഫിഫ ലോകകപ്പിന്റെ ഇന്ത്യയിലെ സംപ്രേഷണ അവകാശം സ്വന്തമാക്കുന്നത് തങ്ങളുടെ ഉത്തരവാദിത്തമല്ലെന്ന് പ്രസാർ ഭാരതി. കർണാടകയിൽ പുതിയ സ്റ്റേഡിയം നിർമ്മിക്കാൻ കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷൻ സർക്കാരിനോട് ഭൂമി ആവശ്യപ്പെടും. കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ കാണാം. തിരക്കിനിടയിൽ അല്പനേരം എന്ന ചിത്രം തിയേറ്ററുകളിൽ. ചിത്രത്തിന്റെ രചന സംവിധാനം ജയൻ ആനിക്കറാണ്. ഗോപാൽ സ്വാമി ദുരൈസ്വാമി നായിഡുവിന്റെ ബയോപിക് സിനിമ തിയേറ്ററുകളിലേക്ക്. GDN ജൂലൈ 17 തിയേറ്ററുകളിലെത്തും. R മാധവനാണ് പ്രധാന വേഷത്തിൽ എത്തുന്നത്. ഷറഫുദ്ദീൻ നായകനായി എത്തിയ മധുവിധു OTT-യിലേക്ക്. വിഷ്ണു അരവിന്ദാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം ഭീഷ്മർ OTT റിലീസിനായി ഒരുങ്ങുന്നു. ഇന്നു മുതൽ ചിത്രം സ്ട്രീമിംഗ് തുടങ്ങും. ത്രില്ലർ ചിത്രം ഡോസ് ഇന്ന് തിയേറ്ററുകളിൽ. അഭിലാഷ് R നായരാണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്.